ദേ ഈ നെക്ലസ് നോക്കിക്കേ, എന്തൊരു പൊലിമയാണല്ലേ. സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലേഴ്സ്, തോപ്പുംപടി. ട്രിനിറ്റി, കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കാളിയാർ പുഴയിൽ തള്ളിയതായി പരാതി. മൂവാറ്റുപുഴയാറിന്റെ പോഷകനദിയായ കാളിയാർ പുഴയിലും പരിസരങ്ങളിലും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ തള്ളിയ നിലയിൽ കണ്ടെത്തി. കാളിയാർ പുഴയുടെ കാവക്കാട് നീർപ്പാലത്തിലും ഇതിനോട് ചേർന്ന സ്ഥലങ്ങളിലുമാണ് വലിയ തോതിൽ മരുന്നുകൾ തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരുന്ന് തള്ളിയത്. വെള്ളിയാഴ്ച രാത്രിയിലും മരുന്നുകൾ കൊണ്ടുവന്ന് തള്ളിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ പോത്താനിക്കാട് സ്വദേശി ചേറാടിക്കൽ CJ മാത്യുവിന്റെ പേരിൽ പോത്താനിക്കാട് പോലീസ് കേസെടുത്തു. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കൊണ്ടെത്തിച്ച് രഹസ്യമായി പുതിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്നതായുള്ള ആരോപണവും നാട്ടുകാർ പറയുന്നു. ഇതോടൊപ്പം ഇതുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പുഴയിലൂടെ എന്തുമാത്രം മരുന്നുകൾ ഒഴുക്കിക്കളഞ്ഞുവെന്ന് വ്യക്തമായിട്ടില്ല. നീർപ്പാലത്തിന്റെ തൂണിന്റെ സംരക്ഷണ ഭിത്തിയിലും പുഴയുടെ കരയിലുമായി കൂടിക്കിടക്കുന്ന മരുന്നുകളുടെ എണ്ണം നോക്കുമ്പോൾ വലിയ തോതിൽ മരുന്നുകൾ ഒഴുകിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഗുളികകൾ, കുപ്പിമരുന്നുകൾ, വാക്സിൻ, ഇഞ്ചക്ഷൻ മരുന്നുകൾ തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് തള്ളിയിരിക്കുന്നത്. മരുന്നുകൾ കൊണ്ടുവന്നിട്ടവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച പോത്താനിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിരുന്നു. സ്ഥലത്തെത്തിയ മാത്യു കുഴൽനാടൻ MLA സംഭവത്തിൽ കർശന നടപടിയെടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നശിപ്പിക്കുന്നതിന് മാനദണ്ഡങ്ങൾ ഉള്ളപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന രീതിയിൽ തള്ളിയിരിക്കുന്നത് ഗൗരവമായി കാണണമെന്ന് MLA പറഞ്ഞു. MLAയുടെ നിർദ്ദേശപ്രകാരം കല്ലൂർക്കോട് ഫയർഫോഴ്സ് എത്തി പുഴയുടെ കരയിലും തൂണിന്റെ സംരക്ഷണ ഭിത്തിയിലും കിടന്നിരുന്ന മരുന്നുകൾ നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ.